ഇന്ന് നമ്മൾ ഒട്ടനവധി IT പ്രൊഡക്ട്സ്, അതായത് വെബ് ആപ്ലിക്കേഷൻ ആയിട്ടും സോഫ്റ്റ്വെയർസ് ആയിട്ടൊക്കെ ദിനം പ്രതി ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും ഗൂഗിളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എഫക്റ്റീവായിട്ട് റൺ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന്റെ ജോലി. IT മേഖലയിൽ പ്രോഗ്രാമേഴ്സിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്. എന്നാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് ഒരു പ്രോഗ്രാമർ അറിഞ്ഞിരിക്കേണ്ട അത്രത്തോളം പ്രോഗ്രാമിംഗ് നോളജ് അറിയേണ്ട ആവശ്യമില്ല. 20-30 വർഷങ്ങൾക്കപ്പുറം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് AI ടൂൾസ് കാരണം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ആ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ സ്കോപ്പ് നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് കണക്കാക്കാം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, എത്ര തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന കരിയർ കെട്ടിപ്പടുക്കാൻ എന്തൊക്കെ പഠിക്കണം, ആർക്കൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആവാം, അതിന്റെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്, എത്ര സാലറി ലഭിക്കും, ഏതൊക്കെ കമ്പനിയിലാണ് ഹയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനും IT ജോബ് എനേബിൾ ചെയ്യിക്കുന്ന ഈ ചാനലിന്റെ ഗോൾ തന്നെ. നിങ്ങളും ഒരു IT ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫീൽഡ് ലേണിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും ബഗ് കണ്ടുപിടിക്കൽ മാത്രമല്ല, ഒരു സോഫ്റ്റ്വെയറിനെ എഫക്റ്റീവും എഫിഷ്യന്റും ആക്യുറേറ്റും ഒക്കെ ആയിട്ട് റൺ ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് 1948 കാലഘട്ടത്തിലാണെന്ന് പറയും. ആ കാലഘട്ടം മുതൽ തന്നെ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് 1948 മുതലാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന മേഖലയുടെ ഉത്ഭവം എന്ന് നമുക്ക് ചിന്തിക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ഒരുപാട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും ഗൈഡൻസും ബെസ്റ്റ് പ്രാക്ടീസസും കൊണ്ടുവന്നത് ഗ്ലെൻഫോർഡ് ജെ മേയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ്. അദ്ദേഹം 1970s ഇത്തരത്തിലുള്ള ബെസ്റ്റ് പ്രാക്ടീസസും ഗൈഡൻസും ഒക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഫാദർ ആയിട്ട് കണക്കാക്കാം. നമുക്ക് ബ്രോഡ്ലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും: മാനുവൽ ടെസ്റ്റിംഗ് എന്നും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്നും. പേര് പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയറിനെ മാനുവലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാനുവൽ ടെസ്റ്റിംഗിൽ ഒരു ടെസ്റ്റർ ഒരു എൻഡ് യൂസറായിട്ട് ആക്ട് ചെയ്യുകയും ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നോക്കി ആ സോഫ്റ്റ്വെയറിലെ അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മാനുവൽ ടെസ്റ്റിംഗിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്, ലൈക്ക് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ടെസ്റ്റ് പ്ലാനും ടെസ്റ്റ് കേസസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സോഫ്റ്റ്വെയറിനെ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ടെസ്റ്റ് പ്ലാനും ടെസ്റ്റ് കേസസിലും ഒക്കെയാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ എഫിഷ്യൻസിയും ആക്യുറസിയും ഒക്കെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഒരു മാനുവൽ ടെസ്റ്റർ ടെസ്റ്റ് കേസും ടെസ്റ്റ് പ്ലാനും ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റിംഗ് പ്രോസസ്സിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഓട്ടോമേഷൻ ടൂൾസും സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പലരും ചിന്തിക്കാറുണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വന്നു കഴിഞ്ഞ ശേഷം മാനുവൽ ടെസ്റ്റിംഗിന് സ്കോപ്പ് കുറയുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കുറയത്തില്ല. കാരണം എപ്പോഴും ഒരു പുതിയ ഫീച്ചറോ പുതിയ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ മാനുവലി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിന് സ്ക്രിപ്റ്റ് എഴുതി നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ടെസ്റ്റ് സിനാരിയോസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. ഹ്യൂമൻ എറർ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. റിഗ്രഷൻ ടെസ്റ്റിന് പുറമെ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗും പെർഫോമൻസ് ടെസ്റ്റിംഗും എല്ലാം നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ ചെയ്യാറുണ്ട്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ ടെസ്റ്റിംഗിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന് ഒരുപാട് സമയം ലാഭിക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും അക്യുറസി കൂട്ടാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിയൽ ടൈം പ്രൊജക്ട്സിലൂടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ at 97462123. ഈ വീഡിയോ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ട്രാൻസ്ക്രിപ്ഷൻ വായിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ബ്ലോഗ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗിന്റെ ലിങ്കിലോട്ട് നിങ്ങൾ റീഡയറക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇതൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നും അതിന്റെ ഹിസ്റ്ററിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മനസ്സിലായി. പക്ഷെ പലരും ചിന്തിക്കുക എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. പല സ്റ്റാർട്ടപ്സും ടെസ്റ്റിംഗിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അവർ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് സ്പെൻഡ് ചെയ്യാനായിട്ട് അവരിൽ കാശില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല എന്നാണ് പലരും കരുതുന്നത്. സത്യത്തിൽ അതല്ല. കാരണം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എറർ വന്നു അത് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
അത് പിന്നീട് യൂസ് ചെയ്യാൻ തോന്നുന്നു? ഒരിക്കലുമില്ല. അത് നിങ്ങൾക്ക് വേറെ യൂസറിനോട് നിങ്ങൾ സജസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസർ സജസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഉടനെ അതിനെക്കുറിച്ച് നെഗറ്റീവല്ലേ പറയത്തുള്ളൂ. ഇതാണ് സത്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ എഫക്റ്റീവായി ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പ്രോപ്പർ ടെസ്റ്റിംഗ് ചെയ്യാതെ ഇറക്കിയ ഒരു സിനാരിയോ എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണെങ്കിൽ എനിക്ക് ഓർമ്മ 2014 കാലഘട്ടത്തിൽ മലയാള മനോരമ എന്റെ ഡീൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഫുള്ള് അവരുടെ എന്റെ ഡീൽ ആപ്പിന്റെ ഒരു ആഡ് കൊടുക്കുകയുണ്ടായി. ഈ ആഡ് കൊടുത്ത ദിവസം എന്റെ ഡീൽ ആപ്പിൽ ഹ്യൂജ് ഇൻസ്റ്റാളേഷൻസ് ഡെഫിനറ്റ്ലി വരുമല്ലോ, അതുപോലെ വന്നു. പക്ഷേ ഒരിക്കലും ആ ആപ്പിന് അത്രത്തോളം ലോഡ് താങ്ങാനുള്ള ശേഷി ഇല്ലായിരുന്നു. അവർ പെർഫോമൻസ് ടെസ്റ്റിംഗ്, ലോഡ് ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവരും ആ ആപ്ലിക്കേഷനെ കുറിച്ച് നെഗറ്റീവായി ഒരു ബാക്കിയുള്ളവർക്ക് അതിനെ കുറിച്ച് പറയാനും തുടങ്ങി. ഇത് കാരണം ഒരു 5-6 മാസം കഴിഞ്ഞ് മലയാള മനോരമയെ പോലുള്ള ഒരു കമ്പനിയുടെ ഒരു ആപ്പിന് പോലും മാർക്കറ്റിൽ നിന്ന് അതിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അതിനെ വിഡ്രോ ചെയ്യേണ്ടി വന്നു. കൂടാതെ ഇത് അവരുടെ റെപ്യൂട്ടേഷൻ ഒരുപാട് കാലം ബാധിക്കുകയും ചെയ്തു. രണ്ടാമത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലോൺ മസ്കിന്റെ സൈബർ ട്രക്കിന്റെ ലോഞ്ചിനുണ്ടായ ഒരു ഇൻസിഡന്റ്. ഇത് ടെക് ലോകത്ത് വൻ ചർച്ചാ വിഷയമായ സബ്ജക്റ്റ് ആണ്. അദ്ദേഹത്തിന് എന്താണ് പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. സോ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ആ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ബഗ്സ് വരും, പെർഫോമൻസിനെ അഫക്ട് ചെയ്യും, യൂസറിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് അഫക്ട് ചെയ്യും, ക്വാളിറ്റി, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത് അഫക്ട് ചെയ്യും. സോ ഇത്തരം കാരണങ്ങളുള്ളതുകൊണ്ട് പല മൾട്ടിനാഷണൽ കമ്പനീസും ഡെവലപ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. നോൺ ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റിന്റെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇനി ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആവാൻ എന്തൊക്കെ സ്കിൽസ് നേടണം നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് 2 തരത്തിലാണുള്ളത്, മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും. നിങ്ങളൊരു മാനുവൽ ടെസ്റ്ററാണ് ആവാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് ഒന്നും വേണ്ട. മറിച്ച് മൾട്ടിപ്പിൾ യൂസേഴ്സ് എങ്ങനെയായിരിക്കും ഒരു സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാൻ സാധ്യത എന്നുള്ളത് ലോജിക്കലായിട്ട് ചിന്തിച്ച് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി മാത്രം മതിയാകും. ഇതുകൂടാതെ ഒരു മാനുവൽ ടെസ്റ്റർ എന്നെനിക്ക് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടെങ്കിൽ, നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ കോംപ്ലക്സിറ്റീസും അനലൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഓട്ടോമേഷൻ ടെസ്റ്ററാണ് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിന് പൈതനോ PHPയോ ജാവയോ ഒക്കെ മതിയാവും. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൂളാണ് സെലീനിയം എന്ന് പറയുന്നത്. സോ സെലീനിയത്തിലുള്ള നോളജ് വേണം. നിങ്ങൾക്ക് പിന്നെ ഡേറ്റാബേസ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അപ്പോൾ അതുകൊണ്ട് SQL നോളജ് വേണം. നിങ്ങൾക്ക് API ടെസ്റ്റിങ്ങിനായിട്ട് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂളിലുള്ള നോളജ് വേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനുവൽ ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ ടെസ്റ്ററായിട്ട് കരിയറിൽ ശോഭിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മളെല്ലാവരും ലാപ്ടോപ്പിനെക്കാട്ടിയോ കമ്പ്യൂട്ടറിനെക്കാട്ടിയോ കൂടുതലൊക്കെ യൂസ് ചെയ്യുന്നത് മൊബൈൽ ആപ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ കമ്പനീസിന് സോഫ്റ്റ്വെയറിനെക്കാട്ടി കൂടുതൽ മൊബൈൽ ആപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യം മൊബൈൽ ടെസ്റ്റിംഗ് സ്കോപ്പും വളരെയധികം വർദ്ധിച്ചു. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ മൊബൈലിന്റെ യൂസേജ് വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല കമ്പനീസും മൊബൈൽ ആപ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മൊബൈൽ ടെസ്റ്റിംഗ് പ്രൊഫഷണൽ നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കും. മൊബൈൽ ടെസ്റ്റിംഗ് പഠിക്കാനായിട്ട് APM എന്നൊരു ടൂൾ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചാൽ മതിയാകും. നിങ്ങൾ റിയൽ ടൈം ആയിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങോ മൊബൈൽ ടെസ്റ്റിങ്ങോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്കിൽസ് ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാം. ഓട്ടോമേഷൻ ടെസ്റ്റിംഗിനായിട്ട് സെലീനിയം, API ടെസ്റ്റിംഗിനായിട്ട് പോസ്റ്റ്മാൻ, ഡേറ്റാബേസ് ടെസ്റ്റിംഗിനായിട്ട് SQL, മൊബൈൽ ടെസ്റ്റിംഗിന്റെ APM എന്നിങ്ങനെയുള്ള ടൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും സ്കിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങളൊരു QA അനലിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന പൊസിഷനിലേക്ക് ആയിരിക്കും ജോബ് നേടാൻ പറ്റുന്നത്. ഏകദേശം 2 വർഷത്തോളം കാലം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ജോബ് നേടേണ്ടി വരും. അതിനുശേഷം ആയിരിക്കും നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. അതിനുശേഷം സീനിയർ QA അനലിസ്റ്റ് എന്നായിരിക്കും നിങ്ങളുടെ ജോബ് റോള്. ഒരു ഫ്രഷർ QA അനലിസ്റ്റിന് ഓൾമോസ്റ്റ് 2.5 lakh to 3.5 lakh ആണ് കറന്റ് സിനാരിയോയിൽ ഇന്ത്യയിൽ സാലറി എന്ന് പറയുന്നത്. ഒരു 5 to 6 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ഒരു QA ടെസ്റ്റ് കോർഡിനേറ്റർ എന്നായിരിക്കും നിങ്ങളുടെ ജോബ് പ്രൊഫൈല്. അതിനുശേഷം 6 to 10 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ടെസ്റ്റ് മാനേജർ എന്ന പൊസിഷൻ ആയിരിക്കും. അതിനുശേഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു സീനിയർ ടെസ്റ്റ് മാനേജർ എന്ന പൊസിഷനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു സീനിയർ ടെസ്റ്റ് 10+ years എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ടെസ്റ്റ് മാനേജറിന് നമുക്കൊരു 25 lakh to 40 lakh ഒക്കെയാണ് ആവറേജ് സാലറി മൾട്ടിപ്പിൾ കമ്പനീസിൽ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഡിഫറെന്റ് കരിയർ പ്രോസ്പെക്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോക്ക് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.